സമാധരണീയരായ സഹോദരങ്ങളെ, സ്നേഹിതരെ, അസ്സലാമു അലൈക്കും. വിദ്വേഷത്തിൻ്റെ കരുനിഴലുകൾ ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഉത്തമമായ ഉദാത്ത മാതൃകകൾ തേടിപ്പോകേണ്ടത് ഓരോ മനുഷ്യസ്നേഹിയുടെയും കടമയാണ്. വിശിഷ്യ മുസ്ലിങ്ങളുടെ. മനുഷ്യർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ബോധപൂർവം നിർമ്മിക്കപ്പെട്ട ഇസ്ലാമോഫോബിയ എന്ന കപടഭീതികരമായ അവസ്ഥയെ ഇല്ലാതാക്കാൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കാൾ വലിയൊരു മരുന്നില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിച്ച മൈക്കിൾ എച്ച് ഹാർട്ട് തൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പ്രവാചകനെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് വെറുതെയല്ല. മതപരമായും ലൗകികമായും ഒരുപോലെ വിജയിച്ച മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണരൂപമായൊരു നേതാവിനെ ലോകം അതിനു മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല എന്നതുകൊണ്ടാണത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതം കേവലം പ്രഭാഷണങ്ങളിലല്ല, മറിച്ച് പ്രവൃത്തികളിലാണ് കുടികൊള്ളുന്നത്. തന്നെ കല്ലെറിഞ്ഞവർക്കും ശപിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിച്ച ആ വലിയ മനസ്സ് നമുക്ക് നൽകുന്ന സന്ദേശം കാരുണ്യത്തിൻ്റേതാണ്. ത്വായിഫിലെ തെരുവുകളിലെ ചോര ഒലിപ്പിച്ചു നിന്നപ്പോൾ വേണമെങ്കിൽ ഈ ജനതയെ നശിപ്പിക്കാമെന്ന് മുഖറബുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയെ അറിയിച്ച സമയം അള്ളാൻ്റെ ഹബീബ് പറഞ്ഞ കാര്യമെന്താണ്? വേണ്ട, ഇവരുടെ സന്തതി പരമ്പരകളിലെങ്കിലും സത്യം മനസ്സിലാക്കുന്നവരായി ഒരു ജനത ഉയർന്നേറ്റു വന്നാൽ അതാണ് എനിക്ക് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രവാചകനേക്കാൾ വലിയ ഒരു മാനവികതാവാദി ആരുണ്ട് ഈ ലോകത്ത്? ഈ കാരുണ്യമാണ് ഇസ്ലാമോഫോബിയയുടെ വക്താക്കൾ ലോകത്തിന് മുന്നിൽ മറച്ചു വെക്കുന്നത്. ലോകപ്രശസ്തനായ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയ് പ്രവാചകനെ വിശേഷിപ്പിച്ചതാവട്ടെ മനുഷ്യവർഗത്തിൻ്റെ മഹാനായ പരിഷ്കർത്താവ് എന്നാണ്. രക്തരൂക്ഷിതമായ ഗോത്രയുദ്ധങ്ങളിൽ മുങ്ങിക്കിടന്നൊരു ജനതയെ സാഹോദര്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ പ്രവാചകന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ്. തോമസ് കാർലൈൻ തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയതുപോലെ അദ്ദേഹം കപടനാണെന്നത് പറയുന്നത് പോലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. തൻ്റെ മുന്നിലൂടെ പോകുന്ന ജൂതമതസ്ഥൻ്റെ മൃതദേഹത്തോട് പോലും ആദരവ് പ്രകടിപ്പിച്ച് എഴുന്നേറ്റ് നിന്ന പ്രവാചകൻ മനുഷ്യനെന്ന നിലയിലുള്ള മഹത്വത്തിനാണ് മുൻഗണന നൽകിയത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ നിർബന്ധമില്ല, അഥവാ നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തുന്നുവെന്ന് ഇസ്ലാമിനെതിരെ കുരച്ചു ചാടുന്ന ശത്രുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. വേണമെങ്കിൽ നിനക്ക് നിൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഇസ്ലാം നല്ലതെങ്കിൽ നിനക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. മക്ക കീഴടക്കിയ നിമിഷം ചരിത്രത്തിലെ തുല്യതയില്ലാത്ത അധ്യായമാണ്. തന്നെയും കുടുംബത്തെയും വർഷങ്ങളോളം വേട്ടയാടുകയും നാട് കടത്തുകയും ചെയ്ത ശത്രുക്കൾ ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, എല്ലാവർക്കും മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ വിശാല മനസ്കഥ ഏതൊരു ഭരണാധികാരിക്കാണ് കിട്ടാ? അതേപോലെ നെപ്പോളിയൻ ബോണപ്പാർട്ട് മുതൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ വരെയുള്ള മഹാരഥന്മാർ പ്രവാചകൻ്റെ നിയമസംഹിതകളെയും നീതിബോധത്തെയും പ്രശംസിച്ചത് ഈ ഉദാത്തമായ മാതൃകകൾ കണ്ടുകൊണ്ടാണ്. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രാണികളോട് കാട്ടേണ്ട ദയയെക്കുറിച്ചും അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ ആധുനിക ലോകം ഇന്നും ചർച്ച ചെയ്യുകയാണ്. സരോജിനി നായിഡുവിൻ്റെ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ജനാധിപത്യത്തെയും സാഹോദര്യത്തെയും കുറിച്ച് അവർ പറഞ്ഞത്, ലോകത്താദ്യമായി ജനാധിപത്യം പ്രായോഗികമാക്കിയ മതം ഇസ്ലാം എന്നാണ്. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ രാജാവിനും പാവപ്പെട്ടവനും ഒരേ നിരയിൽ നിൽക്കാൻ കഴിയുന്ന ആ സാഹോദര്യമാണ് പ്രവാചകൻ വിഭാവന ചെയ്തത്. തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ഞാൻ നിയമം നടപ്പാക്കും, കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ്റെ നീതിബോധം, അള്ളാൻ്റെ ഹബീബിൻ്റെ നീതിബോധം ഏതൊരു ഭരണഘടനയ്ക്കും മാതൃകയാണ്, ഏതൊരു ഭരണാധികാരിക്കും മാതൃകയാണ്. ഇസ്ലാമോഫോബിയയുടെ വിത്ത് പാകുന്നവർ
പ്രവാചകൻ്റെ ജീവിതത്തിലെ ഈ വെളിച്ചത്തെയാണ് ഭയപ്പെടുത്തുന്നത്, ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത്. യുദ്ധക്കളത്തിൽ പോലും മരങ്ങൾ മുറിക്കരുതെന്നും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുതെന്നും ആരാധനാലയങ്ങൾ തകർക്കരുതെന്നും നിർദ്ദേശിച്ച ഒരു നായകനെ അക്രമിയായി ചിത്രീകരിക്കുന്നത് കടുത്ത അനീതിയാണ്. ലാമാർട്ടിൻ എന്ന ഫ്രഞ്ച് ചിന്തകൻ ചോദിച്ച പോലെ മനുഷ്യരുടെ മഹത്വം അളക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിയേക്കാൾ വലിയൊരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ലാമാർട്ടിനാണ് ചോദിക്കുന്നത്. മനസ്സിലാക്കണം, ഇസ്ലാമിക വിരുദ്ധരെ, ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന എക്സ് മുസ്ലിംസുകളെ നിങ്ങൾ തിരിച്ചറിയണം. ഫ്രഞ്ച് ദാർശനികനായ ലാമാർട്ടിൻ്റെ ചോദ്യം കിഴക്കിൻ്റെ ചക്രവാളത്തിൽ ഉദിച്ച പൊൻ താരകമേ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മഹാത്മാഗാന്ധി നബിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത് അന്ധമായല്ല, മറിച്ച് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ പുൽകിക്കൊണ്ടാണ്. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും രോഗിയെ സന്ദർശിക്കുന്നതും അയൽക്കാരൻ്റെ ക്ഷേമം അന്വേഷിക്കുന്നതും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് പോലും പുണ്യമാണെന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ അനുയായികൾ ഒരിക്കൽ പോലും ലോകത്തിന് ഭീഷണിയായിട്ടില്ല. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് സ്നേഹം കൊണ്ട് മറുപടി നൽകുക, അറിവില്ലായ്മയുടെ ഇരുട്ടിനെ അറിവിൻ്റെ വെളിച്ചം കൊണ്ട് നേരിടുക. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി വന്ന ആ പ്രവാചകന്റെ ജീവിതം നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും പ്രതിഫലിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമോഫോബിയ എന്ന വൻമതിൽ തകർന്നു വീഴുകയുള്ളൂ. മാനവികതയുടെ ഈ മഹാസന്ദേശം ലോകമെമ്പാടും എത്തിക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഈ പരിശുദ്ധ റമളാനിലെങ്കിലും ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.